ഗൈസ് അപ്പം വെൽക്കം ടു ദ ന്യൂ വീഡിയോ. അതായത് കുറേ ദിവസമായി വീഡിയോ ഇല്ലാതെ, അപ്പം ഇന്ന് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് കയറാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഗെയിം എന്ന് പറയുമ്പം മിനി മിൽറ്റേനെ പോലത്തെ ഗെയിമാണ്. എന്നാൽ മിനി മിൽഷ പോലത്തെ ഗെയിം. ഓക്കെ, ഞാൻ ഫസ്റ്റ് മിനി മിൽറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സോളോ ആയിട്ട് കളിക്കാം, പിന്നെ ഇത് സ്ക്വാഡായിട്ട് കളിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിനെ കൂട്ടി കളിക്കാം. ഫ്രണ്ട്സിനെ കൂട്ടി എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് കണക്ട് ആക്കാം, ഒരു കോഡ് കിട്ടും, അത് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താൽ അവരൊന്നിച്ച് നമുക്ക് കളിക്കാം. അപ്പം അങ്ങനെ കളിക്കാൻ പറ്റും ഗെയിം. അപ്പം ഒരു അടിപൊളി ഗെയിം അല്ലേ ഇത്. അപ്പം ഈ ഗെയിം ഇൻസ്റ്റാൾ ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ചെയ്താൽ മതി. അപ്പം ഈ ഗെയിം കിട്ടും. അപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറി സെർച്ച് ചെയ്യാം. അപ്പം ഞാനിതെങ്ങനെ സോളോ ആയിട്ട് കളിക്കല്, സ്ക്വാഡ് ആയിട്ട് കളിക്കല്, ഇതിൽ ഗണ് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. മോഡൊന്നും അല്ല, നോർമൽ. ഓക്കെ, നോർമൽ ഗെയിമാണ്. അപ്പോൾ ഈ ഒരു അടിപൊളി ഗെയിമാണ്. ഞാൻ കളിച്ചു നോക്കി, കിടിലോ ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സ്ക്വാഡെല്ലാം ആകുന്ന സമയത്ത് നമ്മളെ റിവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ സോൺ ഉണ്ട്, സോൺ ഏത് പബ്ജി ഫ്രീ ഫയറിന് അങ്ങനെയൊക്കെ സോൺ വരും. അപ്പം നമ്മൾ ലാസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോകണം, അങ്ങനെയുണ്ട്. പിന്നെ നമ്മളെ ഫ്രണ്ട്സിന് വന്ന് റിവൈവ് ചെയ്തിട്ട് രക്ഷപ്പെടുത്താൻ അങ്ങനെ കുറേ സംഭവമുണ്ട്. ഡ്രിങ്കെല്ലാം കുടിച്ച് ഹെൽത്ത് കൂട്ടാൻ, മറ്റേ ആർമർ കൂട്ടാൻ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിം നോക്കാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഗെയിം ഇതാണ്. ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പം ഞാൻ ഓൾറെഡി നേരത്തെ ലോഗിൻ ചെയ്തതാണ്. ലോഗിൻ ചെയ്ത് പറഞ്ഞാൽ സാധാരണ ഗെയിം കളിക്കുന്ന പോലെ. ഇത് പിന്നെ എന്തോ ക്ലെയിം ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഗെയിം പ്ലേ കാണിച്ചു തരാം. സാധാരണ ക്രൈറ്റിൽ നിങ്ങളെല്ലാം സാധാരണ ഗെയിമിലെല്ലാം എടുക്കുന്നില്ലേ, അതേപോലെ എടുത്താൽ മതി. നോർമലാണെന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് കളിച്ചു നോക്കാം എങ്ങനെയാണെന്ന്. സോളോവും സ്ക്വാഡും ഇത് നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചിട്ട് കളിക്കാൻ. ക്രിയേറ്റ് ജോയിൻ, അത് ഞാൻ എങ്ങനെ എടുക്കൽ കാണിച്ചു തരാം. ഇവിടെ പ്ലേയിൻ്റെ ഇപ്പുറ സൈഡിലായിട്ട് നീല കളറിലൊരു സാധനം കാണും. അതായത് ലോബി, പ്രൈവറ്റ് ലോബി. അത് ഞെക്കാം. പ്രൈവറ്റ് ലോബിയിൽ നിന്ന് അത് മറ്റേത് ഞാൻ നേരത്തെ എടുത്തുകൊണ്ട് അങ്ങനെ കാണിച്ചു തന്നെ. കട വേറെ ഒന്നും കാണിക്കും. അതെടുത്തിട്ട് ഫസ്റ്റത്തെല്ലാം സോളോ മാച്ചാണ്. അതായത് നമുക്ക് സോളോ അയക്ക് ചെയ്യാം, എന്നിട്ട് അടിച്ച് കൊല്ലാം. നമുക്ക് ഒരു കളി കളിച്ചു നോക്കാം. ഇതിൽ ഈ ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ ഫ്രീ ആണ്, സെക്കൻഡത്തത് ഫ്രീ ആണ്, മൂന്നാമത്തത് എൻട്രി പോയിന്റ് കൊടുക്കണം 50. അപ്പം ഫസ്റ്റ് നമുക്ക് പോയി നോക്കാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പ്ലേ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങാവൂ. സെയിം മിനി മിഷ പോലെ അങ്ങനെ എടുക്കുക. രണ്ട് കണ്ണെല്ലാം എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ കൊന്നു. എനിക്ക് കളിയൊന്നും അറിയില്ല, അത് പിന്നെ കളിക്കേണ്ടവർക്ക്. ഞാൻ മോനിങ് കൊന്നു. കൊള്ളാറോ കളി. അവിടെ കണ്ണ് കാണുന്നു, ഞാൻ എടുത്തില്ലേ കണ്ണ്. ലൈഫില്ല ലൈഫ് ഇപ്പം അങ്ങനെ കൂട്ടും. അത് മതിൽ കെട്ടേണ്ട സാധനം അതല്ല, ഗണ്ണ് അത് കൈ നമ്മൾ ഓരോന്ന് കൊടുക്കുന്ന സമയത്ത് ഗണ്ണിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. മുകളിലെടുത്തുണ്ട്, ഇവനെ കൊന്നിട്ട് തരാം. ലൈഫ് കുറവാന്നല്ല, ലൈഫിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. എന്നെ കൊന്ന്. കാരണം ലൈഫിൻ്റെ സംഭവങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. കുടിച്ച് ബൂസ്റ്റ് ആവേണ്ട ഒന്നും ഗെയിൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി കളിക്കാം, അങ്ങനെ ലീവ് കൊടുക്കാം. ഗെയിം വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ കോയിനും കാര്യങ്ങളെല്ലാം കിട്ടും. ക്ലോസ് ആക്കാം. ഇനി അടുത്തത് സ്ക്വാഡ് എടുത്ത് നോക്കാം. സ്ക്വാഡിൽ റിവൈവ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതാണ് സ്ക്വാഡ്. ഇത് നമുക്ക് ഇതെടുക്കാം. ഫസ്റ്റത്തെ പോവാം. മറ്റേത് ലോക്കാന്നല്ലോ. അത് ഞാൻ കാട്ടെ, നമുക്ക് ഫസ്റ്റത്തെ എടുത്ത് കളിക്കാം. വാ, എന്നിട്ട് പ്ലേ കൊടുക്കാം. അപ്പം ടീമേറ്റ്സ്, കമോൺ ടീമേറ്റ്സ്. ഇതൊന്ന് ക്ലെയിം ആക്കാനുണ്ട്. അയ്യോടാ, അത് ഇതായിപ്പോയി. നല്ല ഓക്കെ, ഗണ്ണ് ഇത് അപ്ഗ്രേഡ് ചെയ്യാനെല്ലാം പറ്റില്ല. അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കുക. അത് കട്ടായി പോയി.
ഇങ്ങനെ ഓരോന്നെടുക്കുമ്പം അതിനനുസരിച്ച് കട്ടായി പോകും. ഗണ്ണെല്ലാം അപ്ഗ്രേഡ് ചെയ്യേണ്ടതെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല വഴിയെ നോക്കാം. സ്കേറ്റിംഗ് ബോർഡായത് നിങ്ങൾക്ക് സോൺ കണ്ട, ഇതാ സോൺ ചുവന്ന കളറിൽ കണ്ട റൈറ്റ് സൈഡിൽ ഇതാണ് സോൺ. അവിടെ പോയി കഴിഞ്ഞാൽ ലൈഫ് കുറയും. ഇല്ലേ കുറയൂലേ? അയ്യോ ചോരൽ പോണം. ഇതെന്ത് സാധനം എനിക്ക് കിട്ടിയത്? അത് ലൈഫ് കൂട്ടേണ്ട സാധനം. അത് കളഞ്ഞു. നല്ല കാര്യം. ഫസ്റ്റ് കളിക്കുമ്പോൾ അങ്ങനെയാണ്, ഒന്നും നമുക്കറിയില്ലല്ലോ. ഇനി പോന്നടാ. ഇത് ഇപ്പുറത്തേക്കും പോകാനാവില്ലല്ലോ. ചോറ പിടിച്ച ചെക്ക്. എനക്കും കണ്ണായടാ, വാടാ. അത് സാധനം കിടേ. എനിമിയാണ് ഇവൻ. നോക്കായി ഇവനെ എനിമിയല്ല, അത് ടീമേറ്റ് ആണെന്നിട്ടാ. സോറി, സംഭവം മാറിപ്പോയി. എനിക്ക് എനിമീനും ടീമേറ്റിനെ അറിയില്ല. കാരണം എൻ്റെ രണ്ടാമത്തെ പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ ഒന്നും പഠിക്കാൻ പറ്റില്ല. അത് സോൺ വരുന്നു. സോൺ ബെല്ലായിട്ടാണ് കളി തീരാനായി തോന്നുന്നു. കളി തീരാനായിട്ടാ അതിൻ്റെ മുകളിലേക്ക് കയറണം. കണ്ട ഈ ഫ്രീ ഫയറും പബ്ജി എല്ലാം പോലെ തന്നെ ലൈനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് എനിമിയാണ്. വാ, ചങ്ങായി എത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇവൻ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെടും. അവൻ്റെ ടീമേറ്റ് വരുന്നുണ്ട്. ഇവൻ്റെ ലൈഫ് തന്നെ കുറഞ്ഞോളും. നമ്മൊന്നും ചേടാ, ഞാനും ഇങ്ങനെ ഇടാം. ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്ക് ഇതിൽ ടീമേറ്റിനെയും ഫ്രണ്ടിനെയും കറക്റ്റ് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതാ പ്രശ്നം. ചത്തു. ഇനി നമുക്ക് ഇത് നോക്കാം. ഇങ്ങനെ സൈഡിൽ പോയിട്ട് ഫ്രണ്ട്സിനെ ഒന്ന് ചെളിക്കുന്നത് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണല്ലോ. ഈ സ്റ്റാറിലെന്താ? സ്റ്റാറില്ല. അപ്പം ഈ ലാസ്റ്റത്തെ കണ്ട ഷെയർ യുവർ പ്രൈവറ്റ് കോഡ് ആൻഡ് പ്ലേ വിത്ത് ഫ്രണ്ട്സ്. അപ്പോൾ അതെടുക്കുമ്പോൾ എന്നിട്ട് ഇവിടെ പ്ലേ എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒന്നിക്കൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്നൊരു കോഡുണ്ട്. അത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവരതിൽ ഗെയിം ഉണ്ടെങ്കിൽ അവർക്കിലേക്ക് കയറി വന്നിട്ട് നമ്മളൊന്ന് കളിക്കാതാ. ഇവിടെ YRLW എന്ന് പറഞ്ഞിട്ടുണ്ട. അത് അരമണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ എല്ലാവരും എത്തിക്കുക. ഓക്കെ, കടിക്കുക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇത് കണക്കെ വരും. അപ്പോൾ അവരതിൽ എന്ത് കോഡ് ഉണ്ടായിന് ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇമോജീൻ്റെ എല്ലാം വന്നല്ല ബാക്കോ ഇവിടെ ഞെക്കിട്ട് ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയറിയിട്ട് കളിക്കാം. അത് പിന്നെ നമുക്ക് ഇതിൽ പറയുന്നത് വെപ്പൺ. അതായത് ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്ന 3 എഴുതിയിട്ട് ഒരു സംഭവം തുള്ളിക്കൊണ്ടിരിക്കുന്ന കാണും. അതാണ് വെപ്പണിൻ്റെ. അതെടുക്കാം. എടുത്തിട്ട് നമ്മളെ കൈമിലെ കോയിൻ കൊടുത്ത് വെപ്പൺ അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, ഈ പച്ച കളർ മുകളിലേക്ക് ആരോ മാർക്ക് ഉണ്ടാവും. ഒരു വെപ്പണിൻ്റെ എടുക്കാം. അത് മാത്രമേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റൂ. ഇത് ഇത്ര കൊടുത്തു അപ്ഗ്രേഡ്. അതിന് ആ സാധനം ഇല്ല, നമുക്കന്ന് വേറെ കൊടുക്കാം. സ്റ്റാർട്ടിങ് സാധനം എല്ലാം വേഗം അപ്ഗ്രേഡ് ചെയ്യാം. ഇതെല്ലാം അപ്പം അടുത്ത കളിയിൽ നമുക്ക് ഈ വെപ്പൺ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര പവറായിരിക്കും. ഇനി ഇത് മാത്രം പോരാ, ഇതും വേണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് വേണ്ട സാധനമെല്ലാം. പിന്നെ ഓരോരാളെ ഇത് രൂപങ്ങളും മറ്റേതും കിട്ടും. റോക്കിൻ്റെ ചിത്രം നമുക്ക് കല്ലെല്ലാം ഇടാൻ പറ്റും മുമ്പിൽ ആൾ വരുമ്പം. പിന്നെ മതിൽ കെട്ടാൻ പറ്റും. അപ്പോൾ അതിനെല്ലാം സാധനങ്ങളും ഉണ്ട്. ഇതൊന്നും ശവക്കല്ല അറിയാം. ഇങ്ങനത്തെ കുറേ സാധനമുണ്ട്. എല്ലാം അൺലോക്കായി വരും. ഓക്കെ, ഈ വെപ്പൻ്റെ തുള്ളിക്കൊണ്ട് കണ്ട അത് സാധനം എൻ്റെ കയ്യിലില്ല. പിന്നെ ഗിഫ്റ്റിൽ ഇതേ കണക്കത്തെ സാധനം വരും. കളക്ട് ചെയ്തോളാം, കളിച്ചോളാം. ഇതെന്ന് പറഞ്ഞാൽ ക്രൈറ്റിൻ്റെ താക്കോലാന്ന് തോന്നുന്നു. നോക്കട്ടെ അതിൻ്റെ ഒന്ന്.
ഫോണിന് ചെറിയ സ്റ്റക്കെല്ലാം ഉണ്ടാകും, കാരണം എൻ്റെ ഫോൺ കുറച്ച് പഴയതായി. ഇവിടെ ഫ്രണ്ടിൻ്റെ ആരോ കാണിക്കുന്നുണ്ടല്ലോ, ഫ്രണ്ട്സ് ലിസ്റ്റ്. ഓ കുറേ ആളുണ്ടല്ലോ, ഇതെൻ്റെ ഫ്രണ്ട്സൊന്നുമല്ല. പിന്നെ നമുക്ക് ഇതെല്ലാം കുറേ ക്ലൈം ചെയ്യാനെല്ലാം കുറേ സാധനം ഉണ്ടാവും. ഇതെല്ലാം ക്ലൈം ചെയ്ത് കഴിഞ്ഞാൽ കുറേ കോയിനും മറ്റേതും മറിച്ചതും എല്ലാം കിട്ടും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ക്ലൈം ചെയ്ത് നടക്കാം. അപ്പം ഈ സംഭവം ക്രൈറ്റിൻ്റെ കണ്ട 100 എഴുതിയിട്ട് സ്ലാഷ് ഇട്ടിട്ട് 22, അത് 100 സമയത്ത് നമുക്ക് വേറെ ഇതെല്ലാം എടുത്തിട്ട് കയറ്റിയിട്ട് ഇതെല്ലാം ആക്കാൻ പറ്റും. 100 നമുക്ക് ഒന്നും കൂടി തുറക്കാം, അത്രയേ ഉള്ളൂ. പറഞ്ഞത് മനസ്സിലായിട്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞു. ഓക്കെ, ഇതേപോലെയാണ് ഗെയിം. അടിച്ചു പൊളിച്ച് ഫ്രണ്ട്സിൻ്റെ ഒന്ന് എൻജോയ് ചെയ്ത് കളിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.